പ്രിയപ്പെട്ടവരെ, ചില വാർത്തകൾ നമുക്ക് വല്ലാതെ ഷോക്കുണ്ടാക്കും. ചില കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനത്തെ ചില വാർത്തകൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കേൾക്കും. അങ്ങനത്തെ ഒരു വാർത്ത ഞാൻ വളരെ യാദൃശികമായിട്ട് കേട്ട് അതിൻ്റെ ഒരു നല്ല ഷോക്ക് എനിക്കുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്ത് അബു അരീക്കോട്, സഖാവ് അബു അരീക്കോട് നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു. അത് കേട്ടപ്പോൾ എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിൻ്റെ റീസൺ മെയിൻ എന്താ വെച്ചാൽ സൂയിസൈഡ് ചെയ്ത് എന്ന് പറഞ്ഞിട്ടാണ് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. കാരണം ഞാൻ 2018 ഗവൺമെൻറ് IT അരീക്കോട് കഴിഞ്ഞിറങ്ങുന്നത്. 16 17 2 വർഷം ഞങ്ങളവിടെ IT പഠിച്ച ഒരുവിധം എല്ലാവർക്കും എന്നെയോ അബുവിനെയോ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം MSFൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ കൂടി പിടിച്ച് SFIയുടെ ഭാഗത്ത് അബുവായിട്ട് 2 വർഷത്തെ രാഷ്ട്രീയമായിട്ട് 2 ചേരിയിലാണെങ്കിലും നല്ലൊരു സുഹൃത്ത് ബന്ധം നിലനിന്ന 2 ആളാണ് ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഓനെ നല്ലോണം അറിയാം. അത്യാവശ്യം ഗഡ്സും നല്ല മനസാന്നിധ്യവും നല്ല രാഷ്ട്രീയ ചിന്തകളും വ്യത്യസ്തമായ ആശയങ്ങൾ കൊണ്ട് എപ്പോഴും ഞങ്ങൾ 2 വശത്താണെങ്കിൽ കൂടി ഭയങ്കരമായിട്ട് മനക്കട്ടിയും എന്തൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗഡ്സുള്ള ആളാണ് അബു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പഠിക്കുന്ന കോളേജിൻ്റെ ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടപ്പം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും മനസ്സിനെ തളർത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരൂഹത ഉണ്ടാവാം. കാരണം അത്യാവശ്യം നല്ല ഗഡ്സും നല്ല മനസാന്നിധ്യവും നല്ല ധൈര്യമുള്ള ഒരു ആളാണ് ഞാൻ മനസ്സിലാക്കിയ അബു അരീക്കോട്. എന്തായാലും പഠിച്ചവൻ പുറത്തു കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ദുരൂഹതകളോ ഇതോ ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ. കൂടുതൽ ഒരു കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞതിന് ശേഷം പേഴ്സണലി ഞങ്ങൾ കോണ്ടാക്റ്റുകൾ കുറവാണ്. പക്ഷേ ഏതൊരു നേരത്തും ഒരു കോളിൻ്റെ അപ്പുറത്തേക്ക് വിളിച്ചാൽ കിട്ടുന്ന ഒരു കണക്ഷൻ അന്നും മുതൽ എന്നും ഉണ്ടായിരുന്നു. 1 2 പ്രാവശ്യമാണ് IT കഴിഞ്ഞതിന് ശേഷം തമ്മിൽ കണ്ടത്, സംസാരിച്ചത്. പക്ഷേ ഓനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആക്റ്റീവ് ആയിരുന്നുകൊണ്ട് ഓൻ്റെ അപ്ഡേറ്റുകൾ നമ്മളെപ്പോഴും അറിയുന്നതാണ്. എനിക്ക് മാത്രമല്ല, ഞാൻ ഈ സ്റ്റോറി ഇട്ടപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ച ആളൊക്കെ എന്നോട് പറഞ്ഞത് സൂയിസൈഡ് ചെയ്യാൻ മാത്രം ഗഡ്സ് ഇല്ലാത്ത ഒരാളല്ല അവൻ. അത്രയും തളർന്നു പോകുന്ന എന്തോ ഒന്ന് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ട്. എന്തായാലും പടച്ച റബ്ബ് പുറത്തു കൊടുക്കട്ടെ. വേറെ ഒന്നും പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല.